സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ വ്ളോഗാണേ. അപ്പോൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അലാറമൊന്നും വെക്കേണ്ടി വന്നില്ല. എല്ലാ ദിവസവും അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തനിയെ ആ ഒരു ടൈം ആയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഹെയ്സുട്ടനാണെന്നുണ്ടെങ്കിൽ 2-3 തവണ ഉറക്കത്തിൽ ഉണർന്നിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ എടുത്ത് തൊട്ടിൽ കിടത്തിയിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം പോയി കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് പുതിയ കുപ്പായൊക്കെ ഇട്ട്, ഇതാണ് കേട്ടോ എൻ്റെ പുതിയ ഡ്രസ്സ്. മീൻസ് വീട്ടിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണേ. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമസ്കരിക്കാനായിട്ട് ഒന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമസ്കരിച്ചിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഉമ്മച്ചി രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഒരു 4:30 ആയപ്പം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം സുന്നത്തൊക്കെ നമസ്കരിച്ചിട്ട് ഇറച്ചിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുറത്തുള്ള പണികളിലായിരുന്നു കേട്ടോ. എല്ലാം ഒതുക്കി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ തന്നെ ഉള്ളിയും അതേപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അരിയൽ പരിപാടിയൊക്കെയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. അത് അകത്ത് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ വീടിനുള്ളിലോ ഇരുന്നാൽ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഇല്ല കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി ആ ഒരു കിളികളുടെയൊക്കെ ഒച്ച കേൾക്കുന്നതും അതേപോലെ തന്നെ സൂര്യൻ ഉദിച്ച് വരുന്നതും അതിൻ്റെ കിരണങ്ങളെല്ലായിടത്തും തട്ടി നിൽക്കുന്നതും ആ ഒരു വെളിച്ചം കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ വേറൊരു വൈബ് തന്നെയാണ്. രാവിലെ തന്നെ ഉമ്മച്ചി എഴുന്നേറ്റ് നാസ്തയ്ക്കുള്ള പരിപാടിയിലൊക്കെയാണ് കേട്ടോ. ഈ ഒരു അടുപ്പിൻ്റെ വെളിച്ചം കാണുന്നതും വേറൊരു പോസിറ്റിവിറ്റിയാണ്. ഇത് ഫുള്ള് പോസിറ്റീവാണ്. പക്ഷേ ഒരു ഉച്ചയായി കഴിഞ്ഞാൽ ഈ തീയുടെ അടുത്ത് പോലെ നിൽക്കാനായിട്ട് പറ്റില്ലേ. ഇങ്ങനെ വേറൊരു വശം കൂടിയുണ്ട് ഇതിന്. അതിനിടയിൽ തന്നെ ഹേസൂട്ടൻ കരയുന്നത് കേട്ടിട്ട് ഞാൻ ഓടിപ്പോയി കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ പണിയും പാളും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവനെ ഉറക്കിയതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാപ്പച്ചി പറഞ്ഞു നമ്മുടെ പൂച്ച പ്രസവിച്ച 4 കുഞ്ഞുങ്ങളെന്ന്. അങ്ങനെ ഞാൻ കാണാനായിട്ട് പോയതാണ്. നമ്മുടെ വിറക് വരയിലാണ് കേട്ടോ. ഇനി ചെന്ന് കഴിഞ്ഞാൽ ആൾ എടുത്തുകൊണ്ട് പോയി കളയുമോ എന്നുള്ള പേടി കാരണം ഞാൻ പത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കണ്ടു കേട്ടോ. എല്ലാം ഒരേപോലത്തെ തന്നെയാണ്. നമ്മളെ തള്ളപ്പൂച്ച മാതിരി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇനി വലുതാകുമ്പോൾ ഇനി മാറുമോ എന്നുള്ളത് അറിയാൻ വയ്യ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള 4 കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. നമ്മുടെ മൂത്ത മോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ വലിയ പൂച്ചയുടെ ആദ്യത്തെ കുട്ടിയാണ്. ആദ്യത്തെ കുട്ടിയൊന്നുമല്ല, ഒരു ഉമ്മച്ചീൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10ാമത്തെ എങ്ങാണ്ടാണെന്ന് പറയും. അത്രയും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളൊന്നിനും തന്നെ കാണാറില്ല. എവിടെയെങ്കിലുമൊക്കെ പോകുമായിരിക്കും കുറച്ചൊന്ന് വലുതാകുമ്പോൾ. ഇത് മാത്രം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചി ഇങ്ങനെ അപ്പവും ഉരട്ടിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാനും അതിനിടയിൽ ഹെൽപ്പ് ചെയ്യുകയാണെ. മാറി മാറി നിന്ന് ചെയ്യുകയാണ്. കാരണം ഒരാൾ തന്നെ നിന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ചൂടാണ് ഇതിൻ്റെ ഇടയിൽ. എല്ലാ വിശേഷ ദിവസങ്ങളിലും രാവിലെ കാണാറുള്ള കാറ് കഴുകൽ പരിപാടി ഇന്നും ഉണ്ട്. ഇന്ന് കുറച്ച് അധികം കഴുകാനുണ്ട്. കാരണം റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് നല്ലോണം പൊടിയുണ്ട് കാറിൽ. കഴുകാനുള്ള ആളെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 മണി ആയപ്പോഴാണ് മമ്മു എത്തിയിട്ടുണ്ടായിരുന്നത്. മമ്മു വന്നു കഴിഞ്ഞാൽ മമ്മുൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഇങ്ങനെ കാറ് കഴിക്കുന്നത്. ഇന്ന് പക്ഷേ വാപ്പച്ചി രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വയ്യാത്തത് കൊണ്ട് നമ്മളെല്ലാവരും വഴക്ക് പറഞ്ഞ് അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം മമ്മു തന്നെ ഇറങ്ങി വന്നിട്ട് കാറ് കഴുകാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ലേറ്റായിട്ട് ഉറങ്ങിയത് കൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആൾ വന്നിട്ടുണ്ട്. അതിനുശേഷം കാറ് കഴുകാനായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോഴേക്കും അപ്പവും ഉരട്ടിയൊക്കെ ഞാൻ ഉമ്മച്ചിയും കൂടെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആളുടെ കിളി പോവും. അതുകൊണ്ട് മാറി മാറി നിൽക്കാറുണ്ടേ. ഒരു സമയത്ത് വാപ്പച്ചി നിൽക്കും, ഒരു സമയത്ത് ഞാൻ നിൽക്കും, ഒരു സമയത്ത് ഉമ്മച്ചി നിൽക്കും. ഉരട്ടി ഉമ്മച്ചി ഓരോന്നോരോന്നായിട്ട് ഉമ്മച്ചി പരത്തി വയ്ക്കും, ഞാൻ ചുട്ടെടുക്കും. അങ്ങനെയായിരുന്നു. ഈ കനൽ കാണാനും ഈ ഒരു തീയൊക്കെ കാണാനും നല്ല രസമുണ്ടെങ്കിലും ഇതിൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. നല്ല ചൂടാണ്. ഇവിടുത്തെ അടുപ്പാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട. ചിമ്മിനി ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ചൂടാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പരിപാടിയും തീർക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. രാസയുടെ പരിപാടിയൊക്കെ കുറച്ചധികം ഉണ്ട്. കാരണം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. 2-3 വീടുകളിൽ കൊടുക്കാനുണ്ട്. നല്ലോണം അളവിലുണ്ടാക്കണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ പണിയുണ്ടായിരുന്നു. ഉമ്മച്ചി ഇങ്ങനെ തട്ടുറട്ടിയിൽ ഇങ്ങനെ പരത്തുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും വന്ന് നോക്കാറുണ്ട്. ഉമ്മച്ചി ഇങ്ങനെ തട്ടുറട്ടിയിൽ ഉണ്ടാക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് വലിയമ്മച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റമാണ്. അതായത് ഉമ്മച്ചിയുടെ ഉമ്മാടെ കേട്ടോ. നമ്മൾ ഉമ്മച്ചി വിളിക്കുന്നത് കേട്ടിട്ട് ഉമ്മച്ചിയുടെ വാപ്പച്ചി ഉമ്മച്ചിയും നമ്മളും വാപ്പച്ചി ഉമ്മച്ചിന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റമാണ് ഉരട്ടി. ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാട് തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കറികളും വേണ്ട. ഇത് തനിയെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്.
ഈ ഒരു സൂര്യകിരണങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മുടെ മാവിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നല്ല വെളിച്ചമാണ് അവിടെ നിൽക്കുമ്പോൾ. വെള്ളം ഇല്ലാത്തത് കൊണ്ട് മമ്മ വിപുലമായിട്ട് കാറ് കഴിക്കുന്ന കണ്ടിട്ട് ഉമ്മച്ചി രണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. രാവിലെ എങ്ങനെയുള്ള ബഹളങ്ങളും ഇതിനിടയിൽ തന്നെ നടക്കുന്നുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നമ്മുടെ കിണറ്റിലൊക്കെ ഇങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വറ്റിയിട്ടൊന്നും ഇല്ല, എങ്കിലും കരുതലോടെ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അതിനുശേഷം മമ്മു ഡ്രസ്സൊക്കെ ചെയ്ത് വാപ്പച്ചിയും ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും പള്ളിയിലെ പെരുന്നാൾ നമസ്കാരം നടക്കാറുള്ളത് 7:30-ക്കാണ്. പക്ഷേ ഇപ്രാവശ്യം 8:15-നാണെന്ന് പറഞ്ഞതുകൊണ്ട് മമ്മുവിനും വാപ്പച്ചിക്ക് നന്നായിട്ട് ഒരുങ്ങാനുള്ള സമയമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ തന്നെ രണ്ടുപേരെ ഫോട്ടോസൊക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മുവിൻ്റെ ഡ്രസ്സ് കൊള്ളാട്ടോ. ഇപ്പോഴത്തെ ബാഗി ജീൻസും ത്രെഡ് വർക്ക് വരുന്ന നല്ല ഷർട്ടും ഒക്കെ ആയിരുന്നു. വാപ്പച്ചിൻ്റെതും നല്ല ചേർച്ചയുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വാപ്പച്ചിക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള പെരുന്നാൾ ഡ്രസ്സാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നാസയുടെ പരിപാടി കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നമസ്കരിക്കാനായിട്ട് വന്നേ. നമസ്കരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഹേസുട്ടൊക്കെ അറിഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഹേസുട്ടൻ്റെ പുതിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹേസുട്ടൻ ഇടുന്ന സമയത്ത് നേരിട്ട് തന്നെ ഇടാനായിട്ട് പറ്റില്ല, കഴുകിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴുകിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസുട്ടനെ റെഡിയാക്കിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇക്കായെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇക്ക അവിടെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇക്കാലത്ത് സംസാരിച്ചു. പിന്നെ കുഞ്ഞുമാരൊക്കെ വിളിച്ചോണ്ടിരുന്നേ. ഉമ്മച്ചിയുടെയും പെരുന്നാൾ ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉമ്മച്ചി അത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അടുപ്പിൻ്റെ അടുത്ത് നല്ല കറിയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചി വേറെ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫോൺ കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹേസുട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ കഴിച്ചത് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറുക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഹേസുട്ടൻ്റെ ഉരട്ടി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉരട്ടി കൊടുത്ത സമയത്ത് ഇഷ്ടപ്പെട്ടേ. പാലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അരിയിലും പറക്കലും ഉള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ വാപ്പച്ചിയും മമ്മും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കൂടെ അപ്പൂസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂസും മമ്മും ചങ്കുമാണ്. അപ്പോൾ അപ്പൂസിന് ഭയങ്കര കാര്യമാണ് കേട്ടോ ഹേസുട്ടന്. പിന്നെ അവർ മൂന്നുപേരും കൂടെ തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഹേസുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൂസിന്. അപ്പൂസ് വന്നു കഴിഞ്ഞാൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ നച്ചുമാർ അവിടെ നിന്ന് രാവിലെ തന്നെ നാസ്ത കഴിച്ചിട്ടുണ്ട് രണ്ടുപേരും. എല്ലാ പെരുന്നാളിനും അങ്ങനെയാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, പള്ളിയുടെ തൊട്ട് താഴെ തന്നെയാണ് നച്ചുമാരുടെ വീട്. അപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ അവിടെ പോകും. അവിടെ പോയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും നച്ചുമ്മ കൊടുത്തിട്ടേ വിടുള്ളൂ. അപ്പോൾ അതൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഇതിനും ഇതാണ് കേട്ടോ റൊട്ടി. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പരിപാടിയിലൊക്കെയാണ് പെട്ടെന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്കുള്ള ഫുഡും കൂടി നേരത്തെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് നേരം പുറത്ത് നിൽക്കാനായിട്ട് പറ്റില്ല. നല്ല ചൂടാണ്, ഓൾറെഡി നല്ല ചൂടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അടുപ്പിലും കൂടെ വെക്കുന്നതുകൊണ്ട് പിന്നെ പറയേ വേണ്ട. ഓടൊക്കെയാണെന്ന് പറഞ്ഞാലും പുറത്തുള്ള ആ ഒരു ചൂട് വല്ലാത്തൊരു ചൂടാണേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മച്ചി അടുത്തൊക്കെ വീട്ടിലൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അപ്പോഴെപ്പോഴും തന്നെ കഴുകി കഴിഞ്ഞാൽ വലിയ ബൾക്കായിട്ട് പിന്നീട് കാണില്ല. എങ്കിലും ഫുള്ള് പാത്രം കഴുകൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷം ബിരിയാണിക്കുള്ള പരിപാടിയിലൊക്കെയാണ്. ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് കബ്സയോ അല്ലെങ്കിൽ മധുഹൂദോ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഒരുപാട് വീടുകളിൽ കൊടുക്കാനുള്ളത് കൊണ്ട് ആ പരിപാടി നടക്കില്ല. ദം ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളത് കൊണ്ടും പിന്നെ അടുത്തൊക്കെ ഉള്ളവർക്ക് ബിരിയാണി തന്നെയാണ് മുഖ്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ ദം ബിരിയാണി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നേ. ബീഫ് ദം ബിരിയാണിയാണ്. അപ്പോൾ അതിനുള്ള മസാലയ്ക്കുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും ഒക്കെ വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് അതിനകത്തൊക്കെ ഇട്ടു.
പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടു. അതിനിടയിൽ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷഹനാത്തായും മോനും കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്ന് പോയി. ഹേസൂട്ടന് കളിക്കാനായിട്ട് ഒരാളെ കിട്ടിയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നു. പിന്നീട് വീണ്ടും കരച്ചിൽ ബഹളമൊക്കെ ആയിരുന്നു. ഇതിനിടയിൽ ഡ്രസ്സൊക്കെ മാറ്റി എന്തിനാണെന്ന് അറിയാവോ, ആൾ പുറത്തിരുന്ന വെള്ളത്തിലൊക്കെ ഭയങ്കരമായിട്ട് കളിച്ച് കുളിച്ച് റെഡി ആയിട്ട് വന്നു. അന്ന് ഇസ വന്ന സമയത്ത് കുളിച്ചതുപോലെ തന്നെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് എടുത്തത് കുളിച്ചു കേട്ടോ. ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാനുള്ള മാനസികാവസ്ഥ അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആളെ തലയൊക്കെ തോർത്തി അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഒരു മിനിറ്റ് മാറിയിരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ആളാണിപ്പോൾ. ഒരു മിനിറ്റ് എവിടെയും കണ്ണില്ലാതെ നിർത്താനായിട്ട് കൊള്ളില്ല കേട്ടോ, അത്രയ്ക്കും പണി എനിക്ക് തരും. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ വാപ്പശ്ശിയുടെ അടുത്തൊരു പഴമൊക്കെ ഏൽപ്പിച്ചിട്ട് അവന് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ബാക്കിയുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് ഉള്ളി വറുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അതിൻ്റെ പരിപാടിയിലായിരുന്നു. എന്നിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെയൊക്കെ ഒഴിച്ച് അതിൽ സവാളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മളിനി ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ നമുക്ക് എടുക്കാം. ഒരു ചെമ്പിൽ ഒഴിക്കാനാണെന്നുണ്ടെങ്കിലും ബിരിയാണി അരി നന്നായിട്ട് റോസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഓയിൽ എടുക്കാം. അതിനിടയിൽ തന്നെ സലാഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് മാറ്റിയിട്ടുണ്ടായിരുന്നേ. തക്കാളിയും സവോളയും ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മുടെ ഉള്ളി വറുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് രണ്ടാമത്തെ സെറ്റ് ഇട്ട് പിന്നെ കിസ്മിസും കാഷ്യൂനട്ടും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പുറത്തും കൂടെ അടുപ്പിലും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം ദം ബിരിയാണി ഞാനാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാകം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബീഫ് ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ദം ഇടുന്ന സമയത്ത് ഓവർ കുക്കായി പോകും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബീഫിൻ്റെ കാര്യം കൂടെ പോയി നോക്കുന്നുണ്ടായിരുന്നേ. ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ചോറിനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചെമ്പടുപ്പത്ത് വെച്ച് അതിനുശേഷം നമ്മുടെ ഉള്ളി വഴറ്റിയിട്ടുണ്ടായിരുന്ന എണ്ണയും നെയ്യും കൂടെയുള്ള ഒരു മിക്സ് ഒഴിച്ചു. അതിനുശേഷം റൈസ് നന്നായിട്ടിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കൈമ ജീരകശാല അരിയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫസ്റ്റ് ആ ഒരു പ്ലേറ്റിലിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇട്ടിട്ടുണ്ടായിരുന്നു. മല്ലിയിലയും പുതിനയിലയും തക്കാളിയും നാരങ്ങയും കുറച്ച് ഫ്രൈഡ് ഒണിയനും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ആയിട്ടുള്ള മിക്സും പിന്നെ കറുകപ്പട്ട മുഴുവൻ മസാലയില്ലേ ആ ഒരു ഐറ്റംസ് എല്ലാം, ഏലക്കായയും ഗ്രാമ്പും പട്ടയും ബേ ലീഫും പിന്നെ ഇത്ര ഐറ്റംസ് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈസിൻ്റെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നല്ല തിളച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് ഊറ്റിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റിക്നെസ് ഉണ്ടാവും റൈസിന്. അതുകൊണ്ട് തന്നെ ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വേവണ്ട കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം റൈസ് വെന്ത് കഴിഞ്ഞാൽ ഊറ്റി മാറ്റാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാകം ഇങ്ങനെ നോക്കാനായിട്ട് അടുത്ത് തന്നെ നിൽക്കാറുണ്ട്. ഭയങ്കര ചൂടായിരുന്നു, കാരണം നല്ല വെയിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ചൂടുണ്ടായിരുന്നേ. അങ്ങനെ നോക്കി തന്നെ നിൽക്കായിരുന്നു, കാരണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് പോവേ, ഒരുപാട് സമയമൊന്നും ഈ റൈസിന് വേണ്ട. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്നുള്ള കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ റൈസ് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന സമയത്തുള്ള പരുവാണ് കേട്ടോ കറക്റ്റ് പാകം. ഒരു 1/4 ഭാഗത്തോളമുള്ള വേവ്, അതാണ് ദം ബിരിയാണിക്ക് വേണ്ട പാകമേ. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത് ഉപ്പ് ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഉപ്പ് നല്ല കൂടുതലായിരിക്കണം, മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമേ റൈസ് ഊറ്റിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു റൈസിന് ഉപ്പ് പാകമാകത്തുള്ളേ. അപ്പോൾ അതിനുശേഷം കുറച്ച് എസൻസും നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ, നല്ല റൈസിന് നല്ല കളറ് കിട്ടാനും വൈറ്റ് കളറ് കിട്ടാനും ഒക്കെയാണ് നാരങ്ങ നീര് ഒഴിക്കുന്നത്. അതിനുശേഷം ഊറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫ് ഇതാ നല്ല കനലിൽ കിടന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല നെയ്യുള്ള എല്ലുള്ള ബീഫായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് പീസുകൾ മാത്രമായിട്ട് എല്ലില്ലാതെ ആണ് ദം ഇടാനായിട്ട് പോകുന്നത്. നമ്മുടെ ആ ഒരു റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ദം ഇടുന്നത്. അപ്പോൾ 2 ലെയർ ആയിട്ടാണ് ഇടാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദം പരിപാടിയിലാണ് കേട്ടോ. അതിൽ നിന്ന് ബീഫ് ഇട്ട് കൊടുത്തു, അതിനുശേഷം ചോറിട്ട് കൊടുത്തു. അങ്ങനെ ലെയർ പരിപാടിയിലാണ്. ഇനി ഓരോ ലെയറിൻ്റെയും അടിയിലായിട്ട് നമ്മുടെ കിസ്മിസും കാഷ്യൂനട്ടും ഫ്രൈഡ് ഓണിയൻസും പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ഗരം മസാല പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാൻ നല്ല കളറും കിട്ടും, നല്ല ഫ്ലേവറും ആണ് കേട്ടോ റൈസിന്.
അപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം. അങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളവർക്ക് പ്ലെയിൻ ആയിട്ടുള്ള ടേസ്റ്റാണ് കുറച്ചുകൂടി ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ഒന്നും ചേർക്കാണ്ടിരിക്കാം. ഒരു ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ചേർക്കാം. ഇനി ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇടയ്ക്ക് ചേർക്കാം. പിന്നെ പൈനാപ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ടൂട്ടി ഫ്രൂട്ടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് നെയ്യും പാലും കൂടെ ഇടയ്ക്കിടയ്ക്ക് ലെയറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു തട്ടിൽ നമ്മൾ കുറച്ചുകൂടി ബീഫ് ചേർക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അലങ്കോലപ്പണികളും കഴിഞ്ഞിട്ട് ദം അടുപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്. അടിയിൽ തന്നെ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ദമ്മ് ചെയ്യുന്ന സമയത്ത് അടിയിൽ കരിഞ്ഞു പോവും. ദോശക്കല്ല് അടിയിൽ വെച്ചിട്ടാണ് ദമ്മ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലായിട്ടൊരു അമ്മിക്കല്ലിൻ്റെ കുഴവിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അമ്മിക്കല്ലും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സമാധാനമായേനെ. അപ്പോൾ അത് ദമ്മിൻ്റെ പരിപാടിയിലൊക്കെയാണ്. അതിനിടയിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ, അപ്പോൾ അതും ഫ്രൈ ചെയ്യുകയാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മൾ ഓടി വന്ന് എ സിയിൽ ഇരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും ചൂടായിരുന്നു പുറത്ത്. കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്ന് നമ്മൾ റൂമിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ. പപ്പടം കാച്ചണം, പ്ലേറ്റൊക്കെ റെഡിയാക്കണം. അതൊക്കെ ഇത്തായൊക്കെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്തായും മക്കളും ഒക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തായും മക്കളും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയും മക്കളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഹിസുട്ടന് വേറെ ആരും വേണ്ട കേട്ടോ. പിന്നെ വീടങ്ങ് മാറിയായിരുന്നു. പിന്നെ കുറേ നേരം നമ്മൾ ഗേൾസ് ടോക്ക് മാത്രമായിരുന്നു. ഗേൾസ് അല്ല കേട്ടോ, തള്ള ടോക്കുകൾ. അപ്പോൾ ഞാനും എത്തായും ഉമ്മച്ചിയും പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദമ്മ പൊട്ടിച്ച സമയമായപ്പോൾ ദമ്മ പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. എല്ലായിടത്തും നല്ല ഒരു ബിരിയാണിയുടെ മണമായിരുന്നു. പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഓരോ വീടുകളിലായിട്ട് ഇനി ഉമ്മച്ചി കൊണ്ട് കൊടുക്കണം. അപ്പം മമ്മൂനെ കുറച്ച് സ്ഥലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിയും കുറച്ച് സ്ഥലത്തൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മുന്നെയൊക്കെ നമ്മൾ രാവിലെ നാസ്ത എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ട് ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്ന് കഴിക്കാനാണ് നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ അത് മാറി കേട്ടോ. കാരണം പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ വീട്ടിൽ ആകെപ്പാടെ ബഹളവും കാര്യങ്ങളും ആയിരിക്കും. നമ്മുടെ റിലേറ്റീവ്സും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു നെയ്ബേഴ്സിനെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും കൺസിഡർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാത്തതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലേക്കും നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബിരിയാണി. അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് തന്നെ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് അത് തന്നെയാണ് അവർക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. അവരുടെ ഇഷ്ടത്തിന് അവർ സമാധാനമായിട്ട് എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കൊണ്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ദം ബിരിയാണി? കാണാനായിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ, കാണാനായിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ദം ബിരിയാണിയും സദ്യയും ഒക്കെ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഹെയ്സു വന്നതിന് ശേഷമാണ് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞിട്ടുള്ളത്. കാരണം റെസ്റ്റും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര മടിയൊക്കെ ആണെങ്കിലും ഞാൻ മാക്സിമം നോക്കാറുണ്ട്. കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിലും അത് മാറ്റി വയ്ക്കുന്നത് കുക്കിങ്ങിനോ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടാക്കാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. കാരണം അതെൻ്റെ കംഫർട്ടാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയാക്കി പിന്നെ പപ്പടമൊക്കെ കാച്ചി അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പാപ്പച്ചി ബീഫ് തൊട്ടിട്ടില്ല. ആ ഒരു റൈസ് മാത്രം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ട് പാപ്പച്ചി ആ ഒരു റൈസ് മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതും ഞാൻ നിർബന്ധിച്ചിട്ടാണ്. അതും പകുതി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചാൽ മെയിനായിട്ടുള്ളത് ഉറക്കമാണ്. ഇപ്രാവശ്യം എന്തായാലും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് പിള്ളേരൊക്കെ ഭയങ്കര ബഹളമായിരുന്നേ. അപ്പോൾ ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര ടോക്കായിരുന്നു നമ്മൾ മൂന്നുപേരും കൂടി. നമ്മൾ ഈ മൂന്നുപേരും കൂടെ കൂടി കഴിഞ്ഞാൽ വല്ലാത്ത അന്താരാഷ്ട്ര ചർച്ചകളാണ് കേട്ടോ. ഇപ്പോൾ വാറിനെ പറ്റിയിട്ടുള്ള ചർച്ചകളിലായിരുന്നു. അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വീണ്ടും സെർച്ച് ചെയ്യും. പിന്നെ അതല്ല ഇതാണെന്ന് പറയും. കാരണം തർക്കങ്ങൾ
തർക്കങ്ങളൊക്കെ പലതും നടക്കാറുണ്ട് ഇതിനിടയിൽ തന്നെ. അപ്പോൾ ആ പരിപാടിയിലൊക്കെയാണ് കേട്ടോ, കുറേ നേരം സംസാരിച്ച വിഷയങ്ങളിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും യാള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെ ഉമ്മച്ചി ഇസായെ വിളിച്ചിട്ട് നമ്മുടെ പെരേടത്തിനടുത്തുള്ള വീട്ടിൽ ഫുഡൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാമിയാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഭയങ്കര കാര്യമാണ് കേട്ടോ. എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും മാമി നമുക്ക് കൊടുത്തു വിടുകയൊക്കെ ചെയ്യും. ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ മാമിക്കും കൂടെയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ മച്ചായും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മച്ചിയും ബാത്തുത്തായും ഇത്തായും തമ്മിലുള്ള ടോക്കായിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ സംസാരിച്ചു, പിന്നെ ചായ കുടിച്ചു. പിന്നെ മച്ച രാത്രിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത്തായും അവരുമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്ക് നാളെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നെ ഇന്ന് നിൽക്കാതെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നാളെ പോവാന്ന് പറഞ്ഞതാണ്. പിള്ളേർ പോയ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നേ. പക്ഷേ ഇത്താക്ക് നല്ല രീതിയിൽ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ടൈറ്റ് ആയതുകൊണ്ട് ആൾ ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര സങ്കടമായിരുന്നു. ഈസുട്ടൻ ഉറങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വൻ യുദ്ധം നടന്നേനെ. അപ്പോൾ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എങ്കിലും ഇന്നത്തെ പെരുന്നാൾ നല്ല റാഹത്തായിരുന്നേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വ്ലോഗിലൂടെ കാണാം. അതുവരേക്കും ബായ്.